ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളോടൊരു കഥ പറയട്ടെ. ഈ കഥ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കേട്ടിട്ടുള്ളതാണെങ്കിൽ സ്ക്രോൾ ചെയ്ത് പൊക്കോട്ടോ. കേൾക്കാത്തവരൊന്ന് കേൾക്കണേ. പിന്നെ അതോടൊപ്പം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ കഥ ഇതാണ്. നമ്മുടെ വീടുകളിലൊക്കെ കാക്കകൾ വന്നിരിക്കാറുണ്ടല്ലേ. അപ്പോൾ ഒരു ദിവസം ഒരു കാക്ക ഒരു വീടിൻ്റെ മുറ്റത്ത് വന്നിരുന്നപ്പോൾ ആ വീടിൻ്റെ ഉടമസ്ഥൻ ആ കാക്കയെ ഓടിച്ചു വിട്ടു. അപ്പോൾ ആ കാക്ക ചിന്തിക്കുവാണ്, എന്നെ എല്ലാവരും ഓടിച്ചു വിടുന്നു, എനിക്ക് സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കുമല്ലേ. പെട്ടെന്നാണ് ആ കാക്ക ഒരു അരയന്നത്തെ കാണുന്നത്. ആ അരയന്നത്തിൻ്റെ ചുറ്റും ആൾക്കാർ കൂടി നിൽക്കുന്ന അരയന്നത്തിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാക്ക വിചാരിക്കുവാണ്, ഈ അരയന്നമായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ളത്. അരയന്നത്തിനോട് പോയി ചോദിച്ചു നോക്കാം എന്താ കാരണമെന്ന്. അങ്ങനെ കാക്ക പറന്ന് പറന്ന് അരയന്നത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുവാണ്, അരയന്നമേ, നീയാണോ ഈ ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ളത്? അതുകൊണ്ടല്ലേ നിന്നെ എല്ലാവരും കാണാൻ വരുന്നത്? അപ്പം അരയന്നം പറയുവാണ്, ദാ നോക്കൂ, ആ മരക്കൊമ്പിലിരിക്കുന്ന തത്തമ്മയെ കണ്ടോ? 2 വർണ്ണങ്ങളുള്ള തത്തമ്മ, എന്ത് ഭംഗിയാ കാണാൻ. അപ്പോൾ ശരിയാണല്ലോ, കാക്ക നോക്കുമ്പോൾ നല്ല സൗന്ദര്യമുള്ള തത്തമ്മ. കാക്ക പറന്ന് പറന്ന് ആ തത്തമ്മയുടെ അടുത്തേക്ക് ചെന്നു. തത്തമ്മേ, നീയാണോ ഈ ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ളത്? അപ്പോൾ തത്തമ്മ പറയുവാണ്, എനിക്ക് സൗന്ദര്യമുണ്ട്, പക്ഷേ നീ നോക്കിക്കേ, ആ മയിലമ്മയെ നോക്കിക്കേ. ആ മയിലമ്മയെ കാണാൻ എന്ത് ഭംഗിയാ, എന്ത് വർണ്ണങ്ങളാ ഉള്ളത്. എനിക്കാണെങ്കിൽ ആകെ 2 വർണ്ണങ്ങളേ ഉള്ളൂ. നോക്കൂ, എല്ലാവരും ആ മയിലമ്മയെ കാണാൻ വരുന്നത് കണ്ടില്ലേ? അപ്പൊ അതല്ലേ ഈ ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ളത്. അപ്പൊ കാക്ക വീണ്ടും വിചാരിക്കുകയാണ്, ശരിയാണല്ലോ, ഈ മയിലിനെ കാണാൻ എല്ലാവരും ചെല്ലുന്നു, എന്ത് സൗന്ദര്യ, എന്ത് വർണ്ണങ്ങളാ. അങ്ങനെ കാക്ക പറന്ന് പറന്ന് ഈ മയിലമ്മയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, മയിലമ്മേ, നീയാണോ ഈ ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ളത്? അപ്പൊ മയിലമ്മ പറയുവാ, ശരിയാണ്, എനിക്ക് സൗന്ദര്യമുണ്ട്, എന്നെ കാണാനും എല്ലാവരും വരുന്നുണ്ട്. പക്ഷെ നീ നോക്ക്, എൻ്റെ ജീവിതം ഈ കാടിനുള്ളിലല്ലേ, എനിക്ക് ഈ കാട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. നിന്റെ കാര്യം അങ്ങനെയല്ലല്ലോ, നിനക്ക് ഈ ലോകത്തിൽ എവിടെ വേണേലും പറന്ന് പറന്ന് നടക്കാം, നിന്നെ ആരും തടയില്ലല്ലോ. അപ്പൊ നീയല്ലേ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതി. അപ്പൊ കാക്ക ചിന്തിച്ചു, ശരിയാണല്ലോ, എന്നെ ആരും തടയില്ല, എനിക്ക് എവിടെ വേണേലും പറന്ന് പറന്ന് പോകാമല്ലോ. അപ്പൊ കാക്കയ്ക്ക് ഭയങ്കര സന്തോഷമായി. ആ കാക്ക വളരെയധികം സന്തോഷത്തോടെ പറന്ന് പറന്ന് പോയി. ഇത് തന്നെയല്ലേടോ നമ്മൾ മനുഷ്യന്മാരും. നമ്മൾ നമ്മുടെ കുറവുകളെയല്ലേ നോക്കുള്ളൂ, നമ്മൾക്കുള്ള ഗുണങ്ങളെ നമ്മൾ നോക്കാറില്ല അല്ലേ. ഇനി അങ്ങനെയല്ല കേട്ടോ, നമ്മുടെ ഗുണങ്ങൾ, നമുക്ക് കഴിവുണ്ട്, നമ്മുടെ ഗുണങ്ങളെ നോക്കി, നമ്മുടെ കഴിവുകളെ നോക്കി ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. നമുക്ക് ജീവിതത്തിൽ വിജയം ഉറപ്പാണ്. അപ്പം മറക്കണ്ട കേട്ടോ, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.